തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാലിന് പരിക്കേറ്റ കുണ്ടായി സ്വദേശി ഭാസ്കരനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. സൂരജാണ് ഈ വാർത്തയും അതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത്. സൂരജ്, ഈ ഭാസ്കരന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ? എന്താണ് സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, ഈ ഭാസ്കരന്റെ കാലിനും പുറത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. കാലിന് പൊട്ടലുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പാലാപ്പള്ളിയിൽ ഇന്ന് രാവിലെ 7:30 സംഭവം ഉണ്ടാകുന്നത്. ഈ ഭാസ്കരൻ ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഇദ്ദേഹം ഈ റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി ഇവിടെ എത്തുന്ന സമയത്ത് പുറകിലൂടെ എത്തിയ ഒറ്റയാൻ തുമ്പിക്കൈ കൊണ്ട് ഇദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇദ്ദേഹം ആന വരുന്നത് കണ്ടിരുന്നില്ല. പിന്നാലെ എത്തിയ ആന തുമ്പിക്കൈ കൊണ്ട് ഇദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തുന്നു. ഇദ്ദേഹത്തെ കുത്താനായി ശ്രമിക്കുന്ന സമയത്ത് ആ കുത്തുകൊണ്ടത് സമീപത്തെ ഈ റബ്ബർ മരത്തിലായിരുന്നു. അതുകൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെടുന്നു. പിന്നാലെ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറെ ദൂരം ഇദ്ദേഹം ഓടി. ഈ ഓടുന്നതിനിടയിൽ വീഴുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി. പിന്നാലെ ഇദ്ദേഹത്തിന്റെ ഈ കരച്ചിൽ കേട്ട് എത്തിയ മറ്റു തൊഴിലാളികളാണ് ഈ ആനയെ അവിടെ നിന്ന് തുരത്തുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ ചാലക്കുടിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കാലിന് പൊട്ടലുണ്ടായതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ പിന്നീട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പാലപ്പള്ളിയിൽ ഇപ്പോൾ തുടർച്ചയായി ആന ഇറങ്ങി ഇത്തരത്തിൽ ആക്രമണം സൃഷ്ടിക്കുന്നത് തൊഴിലാളികളെയും പ്രദേശവാസികളെയും എല്ലാം സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഗോപികൃഷ്ണൻ. ശരി, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.